ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ലേ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാനിന്നിവിടെ ഹണി കോമ്പോൻ്റെ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ആദ്യം നമ്മൾ സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒന്ന് പതഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് ഹൈ സ്പീഡിലോട്ട് മാറ്റാം. ഇതിവിടെ കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഒരേ ടൈമിൽ ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ആദ്യം കുറച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ യെല്ലോ കളർ മാറിയിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളറായിട്ട് വേണം, കണ്ടോ? ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് നേരം നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിത് ഫുള്ളായിട്ട് ഒരേ ടൈമിൽ ചേർത്ത് കൊടുക്കരുത്. ഒരു 2-3 തവണയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ വീഡിയോ സ്പീഡായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. ഞാനിതിലേക്ക് ഫുള്ള് മൈദയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇതുപോലത്തെ ബദാം മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ബദാം മിക്സ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് നമുക്ക് കേക്കിന്. അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 30-35 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. നമ്മളുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് നമ്മളുടെ കേക്ക്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മുകൾ ഭാഗം ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിതിന് മുന്നേ നല്ല സ്റ്റിഫായിട്ട് നമ്മൾക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രീം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാൻ കേക്ക് ഉണ്ടാക്കിയത് രാത്രിയായിരുന്നു. അതോടെ തന്നെ കുറച്ച് ലേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹണി കോംബോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തപ്പോൾ അതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലത്തെ ബബിൾ ഷീറ്റിൽ ഒഴിച്ചു കൊടുത്തതാണ്. ഞാനിവിടെ കേക്കിൻ്റെ അതേ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുള്ളതാണ് ബബിൾ ഷീറ്റ്. ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് സെറ്റാക്കി എടുക്കരുത്. ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് ചെറിയ രീതിയിലൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ കേക്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ ചോക്ലേറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കേക്കിലൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. കേക്കിൽ നന്നായിട്ട് തന്നെ നമ്മളുടെ ചോക്ലേറ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബബിൾ ഷീറ്റ് മെല്ലെ മെല്ലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ വളരെ സാവധാനം വേണം ചോക്ലേറ്റിൽ നിന്ന് ബബിൾ ഷീറ്റ് റിമൂവ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മളുടെ ചോക്ലേറ്റ് മൊത്തത്തിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ സ്പീഡായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹണി കോമ്പോൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ തേനീച്ചക്കൂടിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ബോർഡർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മതിയെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് ബോർഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലത്തെ ചെറിയ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അടിയിലും മുകളിലായിട്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് ഉണ്ടാക്കിയത്. ഇന്ന് രാവിലെയാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനി നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മുകളിൽ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നൈഫ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, നമ്മളുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.